ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മോഡ്യൂൾ 5 ആണ്. മോഡ്യൂൾ 5 ഈസ് മാർക്കോവ് പ്രോസസ്. വാട്ട് ഈസ് എ മാർക്കോവ് പ്രോസസ്? എ മാർക്കോവ് പ്രോസസ് ഈസ് എ റാൻഡം പ്രോസസ് വിത്ത് മാർക്കോവ് പ്രോപ്പർട്ടി. മാർക്കോവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന റാൻഡം പ്രോസസ്സിനാണ് ഇതെന്ന് പറയുന്നത് മാർക്കോവ് പ്രോസസ്സ്. അപ്പോൾ എന്താണ് മാർക്കോവ് പ്രോപ്പർട്ടി? മാർക്കോവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫ്യൂച്ചർ ബിഹേവിയർ ഓഫ് ദ പ്രോസസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ കറണ്ട് സ്റ്റേറ്റ് ആൻഡ് നോട്ട് ഇൻ ദ സ്റ്റേറ്റ് ഇൻ ദ പാസ്റ്റ്. അതായത് ഫ്യൂച്ചർ സ്റ്റേറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ? കറണ്ട് സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ, പാസ്റ്റ് സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുമ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡൈ ത്രോ ചെയ്യുമ്പം അതിനെ അപ്പം നമ്മളിപ്പം ഏത് സ്റ്റേറ്റിൽ നിൽക്കുന്നു എന്നുള്ളതിനല്ലേ നമ്മൾ അടുത്ത ഏത് കുളത്തിലോട്ട് പോകുമോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ അതിന് മുമ്പ് ഏത് കുളത്തിലായിരുന്നു എന്നുള്ളതിനല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ല, നമ്മളിപ്പം ഏത് സ്റ്റേറ്റിലാണോ നിൽക്കുന്നത് ആ സ്റ്റേറ്റിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിൻ്റെ അടുത്ത സ്റ്റേറ്റിൽ നമ്മൾ എന്താവും. അപ്പോൾ അത്തരത്തിലുള്ള പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? മാർക്കോവ് പ്രോസസ്സ്. മാർക്കോവ് പ്രോസസ്സ് ഇസ് എ റാൻഡം പ്രോസസ് വിത്ത് മാർക്കോവ് പ്രോപ്പർട്ടി. എക്സാമ്പിൾ, ബോർഡ് ഗെയിംസ് പ്ലേഡ് വിത്ത് ഡൈസ്. ഓക്കെ, next is Markov chain. A discrete state Markov process is called a Markov chain, which is defined as P of xn plus 1 equal to xn plus 1 given xn equal to xn, xn minus 1 equal to xn minus 1, xn minus 2 equal to xn minus 2, etc. x0 equal to x0 is equal to P of xn plus 1 equal to xn plus 1 given xn equal to xn. അതായത് n പ്ലസ് 1 xn പ്ലസ് 1 ആരെ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ? xnനെ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. ആരെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല? xn മൈനസ് 1, xn മൈനസ് 2, എക്സെട്ര x0യെ ഡിപ്പെൻഡ് ചെയ്തില്ല. നമ്മുടെ പ്രോസസ്സിൽ ഏതൊക്കെ സ്റ്റേറ്റ്സുകളുണ്ട്? x0, x1, x2, എക്സെട്ര xn പ്ലസ് 1 സ്റ്റേറ്റ്സ് ഉണ്ടെങ്കിൽ ആ xn പ്ലസ് 1 സ്റ്റേറ്റ് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ? xnനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്തുള്ളൂ. ദാറ്റ് ഈസ് xn പ്ലസ് 1 ഡിപ്പെൻഡ്സ് അപ്പോൺ xn ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ xn മൈനസ് 1, xn മൈനസ് 2, എക്സെട്ര x0. ഈ x0, x1, എക്സെട്ര xn പ്ലസ് 1 ആർ കോൾഡ് ദ സ്റ്റേറ്റ്സ് ഓഫ് ദ മാർക്കോവ് ചെയിൻ. ഈ xn പ്ലസ് 1, xn മൈനസ് 2, xn മൈനസ് 3, x0, etc. are called states of the Markov chain. അത് if xn equal to I ആണെങ്കിൽ then the random process is in ith state at time n. അപ്പോൾ xn equal to I എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താ അവിടെ ഡിനോട്ട് ചെയ്യുന്നത്? ആ റാൻഡം പ്രോസസ്സ് ഏത് സ്റ്റേറ്റിൽ? ith സ്റ്റേറ്റിൽ അറ്റ് ഏത് ടൈമിൽ? എന്ത് ടൈമിൽ? അങ്ങനെയാണെങ്കിൽ xn പ്ലസ് 1 ഈക്വൽ ടു xn പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? ദ സ്റ്റേറ്റ് ഈസ് ഇൻ ദ പ്രോസസ് ഈസ് ഇൻ ദ സ്റ്റേറ്റ് xn പ്ലസ് 1 അറ്റ് ടൈം n പ്ലസ് 1. അപ്പം ഈ xnൻ്റെ സഫിക്സിൽ ഡിനോട്ട് ചെയ്യുന്ന ആ n പ്ലസ് 1 x0 അതൊക്കെ എന്താണ്? എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത്? ടൈമിനെ. അത് ഈക്വൽ ടു എന്താണോ പറയുന്നത് അതാണ് അതിൻ്റെ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ xn ഈക്വൽ ടു I, then the process is in the state I at a time n. Next is on step transition probability. On step transition probability. അത് കണ്ടീഷണൽ പ്രോബബിലിറ്റി P of xn plus 1 equal to j given xn equal to I is called the on step transition probability from state I to state j at n plus 1 the step and is denoted by Pij n, n plus 1. എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടീഷണൽ പ്രോബബിലിറ്റി? ith സ്റ്റേറ്റിൽ നിന്നും jth സ്റ്റേറ്റിലോട്ട് ഏത് ടൈമിൽ? എന്ത് ടൈമിൽ നിന്ന് n പ്ലസ് 1 ടൈം ആയപ്പോഴത്തേക്ക് സിസ്റ്റത്തിൽ പ്രോസസ്സ് എന്തായി? ith സ്റ്റേറ്റിൽ നിന്ന് jth സ്റ്റേറ്റിലോട്ടാണ്. ആ കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ് എന്ത്? ഓൺ സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി. ദ ith സ്റ്റേറ്റിൽ നിന്ന് jth. അപ്പോൾ Pij ഫ്രം വിച്ച് സ്റ്റെപ്പ്? nth സ്റ്റെപ്പ് ടു n പ്ലസ് 1. അപ്പോൾ Pij n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തും മനസ്സിലാക്കേണ്ടത് ദ പ്രോസസ് ഈസ് ഫ്രം ആ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഫ്രം ith സ്റ്റേറ്റിൽ നിന്ന് jth സ്റ്റേറ്റിലോട്ട്. ഏത് സ്റ്റെപ്പിൽ? ഒരു nth സ്റ്റെപ്പിൽ നിന്ന് n പ്ലസ് 1 സ്റ്റെപ്പിലോട്ട് ആയപ്പോഴത്തേക്ക് ith സ്റ്റേറ്റിൽ നിന്ന് jth സ്റ്റേറ്റിലോട്ടാണുള്ള കണ്ടീഷണൽ പ്രോബബിലിറ്റി. If on step transition probability is independent of n, that is Pij n, n plus 1 equal to Pij m, m plus 1, then the Markov chain is said to have stationary transition probability. അതായത് mth സ്റ്റെപ്പിൽ നിന്ന് m plus 1 സ്റ്റെപ്പിലുള്ളതും nth സ്റ്റെപ്പിൽ നിന്ന് n plus 1 സ്റ്റെപ്പിലുള്ള പ്രോബബിലിറ്റി സെയിം ആണെങ്കിൽ ദാറ്റ് Markov chain is called stationary transition probability and that process is called homogeneous Markov chain, otherwise non-homogeneous Markov chain. Okay, the Pij n plus 1 equal to Pij m plus 1. Okay, next is
For a homogeneous Markov chain, on-step transition probability is denoted by Pij. Homogeneous Markov chain on-step transition probability നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? Pij. Pij എന്ന് പറഞ്ഞാൽ എന്താ? ഏത് സ്റ്റേറ്റിൽ നിന്ന് ഏത് സ്റ്റേറ്റിലോട്ട്? ith സ്റ്റേറ്റിൽ നിന്ന് jth സ്റ്റേറ്റിലോട്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫോർ എ ഹോമോജീനിയസ് മാർക്കോ ചെയിൻ ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി Pxn ഈക്വൽ ടു j ഗിവൺ x0 ഈക്വൽ ടു I ഈസ് കോൾഡ് ദ nth സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ Pijn. അതായത് x0യിൽ നിന്ന് നിങ്ങൾ എവിടെ എത്തി? xnലെത്തി. x0th സ്റ്റെപ്പിൽ നിന്ന് nth, അതായത് ടൈം 0യിൽ നിന്ന് എവിടെ എത്തി? എന്നിലെത്തി. അപ്പം എന്തായി സ്റ്റേറ്റ് ഐയിൽ നിന്ന് j. അപ്പോൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? Pij. അതായത് ith സ്റ്റേറ്റിൽ നിന്നും jth സ്റ്റേറ്റിൽ എത്ര സ്റ്റെപ്പ് എടുത്ത്? n സ്റ്റെപ്പ്. അപ്പോൾ Pijn. ദാറ്റ് ഈസ് ദ പ്രോസസ് ഈസ് ഇൻ ദ സ്റ്റേറ്റ് j അറ്റ് സ്റ്റെപ്പ് n ആൻഡ് ഈസ് ഇൻ സ്റ്റേറ്റ് I അറ്റ് സ്റ്റെപ്പ് 0. ഓക്കെ, ദാറ്റ് ഈസ് Pij എന്ന് പറഞ്ഞാൽ എന്താണ്? n സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി. The matrix P equal to Pij is called the transition probability matrix. നമ്മൾ ഈ matrix Pij, P equal to Pij is called a transition probability matrix. Let the given states are 0, 1, 2. Then the transition probability matrix എങ്ങനെയൊക്കെ വരാം? ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 3 സ്റ്റേറ്റ്സ് ഉണ്ട്, 0യും 1ഉം 2. അപ്പം നമുക്ക് എങ്ങോട്ടൊക്കെ പോകാം? ഒന്നുകിൽ 0യിൽ നിന്ന് 0th സ്റ്റേറ്റിൽ തന്നെ പോകാം, അല്ലെങ്കിൽ 0 നിന്ന് 1ലോട്ട് പോകാം, 0 to 2, അല്ലെങ്കിൽ 1 to 0, 1 to 1, 1 to 2, അല്ലെങ്കിൽ 2 to 0, 2 to 1, 2 to 2. P equal to ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സാണ്. ഇവിടെ 3 സ്റ്റേറ്റ്സ് ഉണ്ട്, 0, 1, 2. അപ്പം 0യിൽ നിന്ന് എനിക്ക് 0ലോട്ട് പോകാം, 1ലോട്ട് പോകാം, 2ലോട്ട് പോകാം. 1ൽ നിന്ന് 0ലോട്ട് പോകാം, 1ൽ നിന്ന് 1ലോട്ട് പോകാം, 1ൽ നിന്ന് 2ലോട്ട് പോകാം. 2ൽ നിന്ന് 0, 2ൽ നിന്ന് 1, 2 to 2. അതൊരു മെട്രിക്സ് ഫോമിൽ ഡിനോട്ട് ചെയ്യും. അതാണ് എന്താണ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സിന്. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, വേർ Pij ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ ഓരോ എൻട്രീസും എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ആൻഡ് സിഗ്മ j ഈക്വൽ ടു 0 to 2 Pij ഈക്വൽ ടു 1 ഫോർ I ഈക്വൽ ടു 0, 1, 2. അതായത് ഈ ഓരോ റോയുടെ സം എന്തിന് ഈക്വൽ ആയിരിക്കണം? 1ന് ഈക്വൽ ആയിരിക്കണം. ഈ റോയിലുള്ള എൻട്രീസ് എല്ലാം ആഡ് ചെയ്യുമ്പോഴും ഈ പ്രോബബിലിറ്റീസ് എല്ലാം ആഡ് ചെയ്യുമ്പോഴും ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 1 കിട്ടണം. ദെൻ ദ ഓക്കെ, ദിസ് ഈസ് ദ ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ്. ദ പ്രോബബിലിറ്റി P of x0 ഈക്വൽ ടു I equal to Pi is called the initial probability at 0 step when the system is in state I. P of x0 equal to I എന്ന് പറഞ്ഞാൽ ഈ 0 സ്റ്റെപ്പിൽ എന്ത് സ്റ്റേറ്റ്? ith സ്റ്റേറ്റ് ആക്കാനുള്ള പ്രോബബിലിറ്റിയാണ് Px0 ഈക്വൽ ടു I. ഫോർ എക്സാമ്പിൾ കൺസിഡർ, നമുക്ക് 2 സ്റ്റേറ്റ്സ് ഉണ്ട്. എക്സാമ്പിൾ നോക്കി, ദർ ആർ 2 സ്റ്റേറ്റ്സ് ഇൻ എ മാർക്കോ ചെയിൻ, ഹോട്ട് ആൻഡ് കോൾഡ്. അപ്പോൾ ഹോട്ട് ആൻഡ് കോൾഡ് ആണെങ്കിൽ എന്തൊക്കെ വരാം? എനിക്ക് ഹോട്ടിൽ നിന്നും കോൾഡിലോട്ട് പോകാം, അല്ലെങ്കിൽ ഹോട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പിൽ എന്ത് തന്നെ ആവാം? ഹോട്ട് തന്നെ ആയിരിക്കാം. അല്ലെങ്കിൽ കോൾഡ് ആണെന്ന് വെച്ചോ, കോൾഡ് ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ആകുമ്പോൾ വീണ്ടും കോൾഡായിട്ട് തന്നെ ഇരിക്കാം, അല്ലെങ്കിൽ കോൾഡിൽ നിന്ന് എന്ത് വരാം? ഹോട്ടിലോട്ട് വരാം. ഇനി അതിൻ്റെ പ്രോബബിലിറ്റീസ് ഒക്കെ തന്നിട്ടുണ്ടെന്ന് വെച്ചോ, ഹോട്ട് കോൾഡ് ആകാനുള്ള പ്രോബബിലിറ്റി 0.6, ഹോട്ട് ആകാനുള്ള പ്രോബബിലിറ്റി 0.4, കോൾഡ് ആകാനുള്ള പ്രോബബിലിറ്റി 0.2, കോൾഡ് ഹോട്ട് ആകാനുള്ള പ്രോബബിലിറ്റി 0.8. അപ്പോൾ നമ്മളിതിനെ ഒരു മെട്രിക്സ് ആയിട്ട് ഡിനോട്ട് ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് എങ്ങനെ എഴുതാൻ പറ്റും? P എന്ന് പറയുന്നത് എന്തൊക്കെ വരാം? ഹോട്ടും കോൾഡും. ഇവിടെ എന്ത് വരാം? ഹോട്ടും കോൾഡും. അപ്പോൾ ഹോട്ടിൽ നിന്ന് ഹോട്ടിലോട്ടുള്ള പ്രോബബിലിറ്റി 0.4, ഹോട്ടിൽ നിന്ന് കോൾഡിലോട്ടുള്ള പ്രോബബിലിറ്റി 0.6, കോൾഡിൽ നിന്ന് ഹോട്ട് 0.8, കോൾഡിൽ നിന്ന് കോൾഡ് 0.2. അപ്പോൾ നോക്ക്, ഇതാണ് എന്ത്? ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ്. ഓരോ എൻട്രീസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ? ആണ്. ഇത് ഓരോന്നും ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സമ്മ് 1 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഈസ് Chapman-Kolmogorov theorem. Let a set of all xn such that n greater than 0 is a homogeneous Markov chain with transition probability matrix P equal to Pij. അപ്പം xn എന്ന് പറയുന്നത് എന്താ? ഹോമോജീനിയസ് മാർക്കോ ചെയിൻ. അതിൻ്റെ ട്രാൻസിഷൻ പ്രോബബിലിറ്റി എന്താ? P equal to Pij. ആൻഡ് n സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് ഈസ് Pij n ഈക്വൽ ടു Pn. നമ്മൾ Pij n സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? Pn. ദെൻ ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഹോൾഡ്. ഫസ്റ്റ് പ്രോപ്പർട്ടി,
പി എം പ്ലസ് എൻ ഈക്വൽ ടു പി എം ഇൻറ്റു പി എൻ. എം പ്ലസ് എൻ്റെ ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് ആരുടെയൊക്കെ പ്രോഡക്റ്റിന് എന്തിൻ്റെയും ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സിൻ്റെ പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. അടുത്തത് പി എൻ എന്ന് പറയുന്നത് എന്താ, പി റേസ് ടു എൻ ആയിരിക്കും. ദാറ്റ് ഈസ് എൻ സ്റ്റെപ്പ് ട്രാൻസിഷൻ മെട്രിക്സ് പി റേസ് ടു എൻ ഈസ് ഈക്വൽ ടു ദ nth പവർ ഓഫ് വൺ സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് പി. വൺ സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സിൻ്റെ എന്തിന് ഈക്വൽ ആയിരിക്കും, nth പവറിന് ഈക്വൽ ആയിരിക്കും പി എൻ. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് അറ്റ് nth സ്റ്റെപ്പ്. ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് അറ്റ് nth സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാൻസിഷൻ വൺ സ്റ്റെപ്പിൻ്റെ nth പവറിന് ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് ഈസ് കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇൻ ടേംസ് ഓഫ് ട്രാൻസിഷൻ പ്രോബബിലിറ്റീസ്. ഫസ്റ്റ് ഇക്വേഷൻ പി ഓഫ് എക്സ് എൻ പ്ലസ് വൺ ഈക്വൽ ടു എക്സ് എൻ പ്ലസ് വൺ കോമ എക്സ് എൻ ഈക്വൽ ടു എക്സ് എൻ എക്സെട്ര എക്സ് സീറോ ഈക്വൽ ടു എക്സ് സീറോ ഈക്വൽ ടു, അതായത് എക്സ് എൻ പ്ലസ് വൺ എക്സ് എൻ ഇതിൻ്റെ എല്ലാം കൂടെ പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നത് പി ഓഫ് എക്സ് എൻ പ്ലസ് വൺ ഈക്വൽ ടു എക്സ് എൻ പ്ലസ് വൺ ഗിവൺ എക്സ് എൻ ഈക്വൽ ടു എക്സ് എൻ ഇൻറ്റു പി ഓഫ് എക്സ് എൻ ഈക്വൽ ടു എക്സ് എൻ ഗിവൺ എക്സ് എൻ മൈനസ് വൺ ഈക്വൽ ടു എക്സ് എൻ മൈനസ് വൺ എക്സെട്ര പി ഓഫ് എക്സ് വൺ ഈക്വൽ ടു എക്സ് വൺ ഗിവൺ എക്സ് സീറോ ഈക്വൽ ടു എക്സ് സീറോ ഇൻറ്റു പി ഓഫ് എക്സ് സീറോ ഈക്വൽ ടു എക്സ് സീറോ. അതായത് എക്സ് എൻ പ്ലസ് വൺ എക്സ് എൻ ആ സ്റ്റേറ്റ്സിൻ്റെ എല്ലാം പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നത് എന്താ കണ്ടീഷണൽ പ്രോബബിലിറ്റീസിൻ്റെ പ്രോഡക്റ്റ് ഇൻറ്റു ഇനിഷ്യൽ പ്രോബബിലിറ്റിയാണ്. അത് എക്സ് എൻ പ്ലസ് വണ്ണിൻ്റെ എക്സ് എൻ പ്ലസ് വൺ ഈക്വൽ ടു എക്സ് എൻ പ്ലസ് വൺ ഗിവൺ എക്സ് എൻ ഈക്വൽ ടു എക്സ് എൻ. അടുത്ത എക്സ് എന്നും അതിന് തൊട്ട് മുമ്പിൽ ആരായിരുന്നു എക്സ് എൻ മൈനസ് വൺ അതിൻ്റെ കണ്ടീഷണൽ പ്രോബബിലിറ്റി. അങ്ങനെ ലാസ്റ്റ് എക്സ് വണ്ണിന് മുമ്പ് ആരായിരുന്നു എക്സ് സീറോ ഇൻറ്റു ഇനിഷ്യൽ പ്രോബബിലിറ്റി പി ഓഫ് എക്സ് സീറോ ഈക്വൽ ടു എക്സ് സീറോ. നമ്മൾ പ്രോബ്ലം ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ്. ദാറ്റ് ഈസ് അടുത്തത് പി ഓഫ് എക്സ് എൻ ഈക്വൽ ടു ജെ ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to n പി ഓഫ് എക്സ് എൻ ഈക്വൽ ടു ജെ ഗിവൺ എക്സ് സീറോ ഈക്വൽ ടു ഐ ഇൻറ്റു പി ഓഫ് എക്സ് സീറോ ഈക്വൽ ടു ഐ. എന്ത് സ്റ്റെപ്പിൽ ജേത്ത് സ്റ്റേറ്റ് വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ സിഗ്മ ജെ ഈക്വൽ ടു 1 to n പി ഓഫ് എക്സ് എൻ ഈക്വൽ ടു ജെ ഗിവൺ എക്സ് സീറോ ഈക്വൽ ടു ഐ ഇൻറ്റു പി ഓഫ് എക്സ് സീറോ ഈക്വൽ ടു ഐ. ഓക്കെ, അപ്പോൾ പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് ഓഫ് എ മാർക്കോവ് ചെയിൻ എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഹാവിംഗ് 3 സ്റ്റേറ്റ്സ് 1, 2 and 3 ഈസ് പി ഈക്വൽ ടു 0.2, 0.3, 0.5, 0.1, 0.6, 0.3, 0.4, 0.3, 0.3 ആൻഡ് ഇനിഷ്യൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. പി ഓഫ് 0 ഈക്വൽ ടു 0.5, 0.3, 0.2. ഫൈൻഡ് ദ ഫോളോയിങ് പി ഓഫ് എക്സ് 2 ഈക്വൽ ടു 3 ആൻഡ് പി ഓഫ് എക്സ് 3 ഈക്വൽ ടു 3, എക്സ് 2 ഈക്വൽ ടു 2, എക്സ് 1 ഈക്വൽ ടു 1, എക്സ് 0 ഈക്വൽ ടു 3. അപ്പം ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്, 3 സ്റ്റേറ്റ്സ് ഉണ്ട്. ഏതൊക്കെ സ്റ്റേറ്റ്സ്, 1, 2, 3. ഇനി അതിൻ്റെ എന്ത് തന്നിട്ടുണ്ട്, ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സും. ഇതെന്ന് പറഞ്ഞാൽ 0.2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതെന്ന് പറയുന്നത് 1, 2, 3, ഇതും 1, 2, 3 അല്ലയോ. അപ്പം 1ൽ നിന്ന് 1ലോട്ട് പോകാനുള്ള പ്രോബബിലിറ്റിയാണ് 0.2. ഫസ്റ്റ് സ്റ്റേറ്റിൽ നിന്ന് 1ലോട്ട് തന്നെ പോകാനുള്ള പ്രോബബിലിറ്റി 1ൽ നിന്ന് 2ലോട്ട് പോകാനുള്ള പ്രോബബിലിറ്റി 0.3, 1ൽ നിന്ന് 3ലോട്ട് പോകാനുള്ള പ്രോബബിലിറ്റി 0.5. എന്നിട്ട് അതിൻ്റെ ഇനിഷ്യൽ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ഫൈൻഡ് ചെയ്യണം, നമുക്ക് x2 ഈക്വൽ ടു 3, അതായത് സെക്കൻഡ് സ്റ്റെപ്പിൽ 3 വരാനുള്ള പ്രോബബിലിറ്റി. അടുത്തത് തേർഡ് സ്റ്റെപ്പിൽ 3യും സെക്കൻഡ് സ്റ്റെപ്പിൽ 2വും ഫസ്റ്റ് സ്റ്റെപ്പിൽ 1ഉം ഇനിഷ്യൽ സ്റ്റേറ്റിൽ 3യും വരാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു നോട്ട് ഒന്ന് നോക്കാം. ഇഫ് ദി ഇനിഷ്യൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈസ് പി ഓഫ് 0 ദെൻ ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആഫ്റ്റർ 1 സ്റ്റെപ്പ് ഈസ് പി ഓഫ് 1 ഈക്വൽ ടു പി ഓഫ് 0 ഇൻറ്റു പി. ആഫ്റ്റർ 1 സ്റ്റെപ്പ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താവും, പി ഓഫ് 1 ഈക്വൽ ടു പി ഓഫ് 0 ഇൻറ്റു പി. ആഫ്റ്റർ 2 സ്റ്റെപ്പ് ആണെങ്കിൽ പി ഓഫ് 2 ഈക്വൽ ടു പി ഓഫ് 0 ഇൻറ്റു പി സ്ക്വയർ. ആഫ്റ്റർ 3 സ്റ്റെപ്പ് ആണെങ്കിൽ പി ഓഫ് 3 ഈക്വൽ ടു പി ഓഫ് 0 ഇൻറ്റു പി ക്യൂബ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആഫ്റ്റർ 1 സ്റ്റെപ്പ്, 2 സ്റ്റെപ്പ്, 3 സ്റ്റെപ്പ്. നമുക്ക് പ്രോബ്ലത്തിലോട്ട് വരാം. നമ്മുടെ പ്രോബ്ലത്തിൽ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഇനിഷ്യൽ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട് പി ഓഫ് 0 ഈക്വൽ ടു 0.5, 0.3, 0.2 എന്ന് പറഞ്ഞാൽ എന്താ ഡിനോട്ട് ചെയ്യുന്നത്, ഇനിഷ്യൽ സ്റ്റേറ്റിൽ നമുക്കിവിടെ 3 സ്റ്റേറ്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്, 1, 2, 3. 1, 2, 3 എന്ന് പറയുന്ന 3 സ്റ്റേറ്റ്സ് ആണുള്ളത്. അതായത് ഇനിഷ്യൽ സ്റ്റേറ്റിൽ 1 എന്ന് പറയുന്ന സ്റ്റേറ്റ് വരാനുള്ള പ്രോബബിലിറ്റി 0.5, ഇനിഷ്യൽ സ്റ്റേറ്റിൽ 2 എന്ന് പറയുന്ന സ്റ്റേറ്റ് വരാനുള്ള പ്രോബബിലിറ്റി 0.3, ഇനിഷ്യൽ സ്റ്റേറ്റിൽ 3 എന്ന് പറയുന്ന സ്റ്റേറ്റ് വരാനുള്ള പ്രോബബിലിറ്റി 0.2. അതായത് പി ഓഫ് എക്സ് 0 ഈക്വൽ ടു 1. ഹിയർ മനസ്സിലായോ, ഇവിടെ 3 സ്റ്റേറ്റ്സ് ആണുള്ളത്, 1, 2, 3 ഇനിഷ്യൽ സ്റ്റേറ്റ്. അപ്പം പി ഓഫ് എക്സ് 0 ഈക്വൽ ടു 1 എന്ന് പറയുന്നത് 0.5, പി ഓഫ് എക്സ് 0 ഈക്വൽ ടു 2 എന്ന് പറയുന്നത് 0.3, പി ഓഫ് എക്സ് 0 ഈക്വൽ ടു 3 എന്ന് പറയുന്നത് 0.2.
ഓക്കെ, ഇനിഷ്യൽ സ്റ്റേറ്റിൽ 1, 2, 3 വരാനുള്ള പ്രോബബിലിറ്റീസ്. ഇനി നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യണം? പി ഓഫ് x2 ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് തേർഡ് സ്റ്റേറ്റ് ഇൻ സെക്കൻഡ് സ്റ്റെപ്പിൽ തേർഡ് സ്റ്റേറ്റ് വരാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ നമുക്ക് ഏത് സ്റ്റേറ്റാണ് വേണ്ടുന്നത്? ഏത് സ്റ്റെപ്പാണ് വേണ്ടുന്നത്? സെക്കൻഡ് അല്ലയോ? ട്രാൻസിഷൻ പ്രോബബിലിറ്റി ആഫ്റ്റർ 2 സ്റ്റെപ്പ്. അപ്പോൾ പി ഓഫ് 2 വേണം. അപ്പോൾ പി ഓഫ് 2ൻ്റെ ഇക്വേഷൻ എഴുതും. പി ഓഫ് 2 ഈക്വൽ ടു പി ഓ 0 ഇൻറ്റു പി സ്ക്വയർ. ദാറ്റ് അപ്പോൾ എന്ത് ഫൈൻഡ് ചെയ്യണം? ഫസ്റ്റ് പി സ്ക്വയർ ഫൈൻഡ് ചെയ്യണം. ഇതാണ് 1, 2, 3 എന്ന് പറയുന്ന സ്റ്റേറ്റ്സുകൾ. 1, 2, 3 എന്ന സ്റ്റേറ്റ്. അപ്പം 1th സ്റ്റേറ്റിൽ നിന്ന് 1ൽ നിന്ന് 2ലെത്താനുള്ള പ്രോബിലിറ്റി 1ൽ നിന്ന് 3ലെത്തും. അപ്പോൾ പി സ്ക്വയർ ഫൈൻഡ് ചെയ്ത്. ഓക്കെ, ദെൻ പി ഓഫ് 2 ഈക്വൽ ടു പി ഓ 0 ഇൻറ്റു പി സ്ക്വയർ. അത് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ച്. ഇനി നമുക്ക് ആരെയാണ് വേണ്ടുന്നത്? പി ഓഫ് x2 ഈക്വൽ ടു 3. അപ്പം ഇതാരുടെ പ്രോബബിലിറ്റിയാണ്? ഇത് 1ൻ്റെ പ്രോബബിലിറ്റി, ഇത് 2ൻ്റെ പ്രോബബിലിറ്റി, ഇത് 3യുടെ പ്രോബബിലിറ്റി. അപ്പം എന്താ വേണ്ടുന്നത്? x2 ഈക്വൽ ടു 3. സെക്കൻഡ് സ്റ്റെപ്പിൽ ആര് വരാനുള്ള പ്രോബബിലിറ്റി? 3 വരാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ എത്ര? 0.457. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പി ഓഫ് x2 ഈക്വൽ ടു 3. പി ഓഫ് x2 ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് തേർഡ് സ്റ്റേറ്റ് ഇൻ സെക്കൻഡ് സ്റ്റെപ്പിൽ തേർഡ് സ്റ്റേറ്റ് വരാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ നിങ്ങൾ ഏത് സ്റ്റെപ്പ് ഫൈൻഡ് ചെയ്യണം? പി ഓഫ് 2 ഫൈൻഡ് ചെയ്യണം. പി ഓഫ് 2 ഫൈൻഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്താ? പി ഓ 0 ഇൻറ്റു പി സ്ക്വയർ. അപ്പോൾ പി ഓ 0 ഇൻറ്റു പി സ്ക്വയർ ഫൈൻഡ് ചെയ്ത് പി ഓ 0 ഇൻറ്റു പി സ്ക്വയർ ഫൈൻഡ് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് ഈ മെട്രിക്സ് കിട്ടി. ആ മെട്രിക്സിൽ എന്ത് വേണം? ആര് വരാനുള്ള പ്രോബബിലിറ്റി? തേർഡ് സ്റ്റേറ്റ് വരാനുള്ള പ്രോബബിലിറ്റി എത്ര? 0.457. പി ഓഫ് x2 ഈക്വൽ ടു 3 ഈക്വൽ ടു 0.457. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പി ഓഫ് x3 ഈക്വൽ ടു 3 ഈക്വൽ ടു x2 ഈക്വൽ ടു 2, x1 ഈക്വൽ ടു 1, x0 ഈക്വൽ ടു 3. അപ്പോൾ അതിൻ്റെ നമ്മൾ ജനറൽ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ജനറൽ ഇക്വേഷൻ എന്തായിരുന്നു വരുന്നത്? പി ഓഫ് x3 ഈക്വൽ ടു 3 ഗിവൺ x2 ഈക്വൽ ടു 2 ഇൻറ്റു പി ഓഫ് x2 ഈക്വൽ ടു 2 ഗിവൺ x1 ഈക്വൽ ടു 1, പി ഓഫ് x1 ഈക്വൽ ടു 1 ഗിവൺ x0 ഈക്വൽ ടു 3. ഇത് നോക്കി എഴുതി. x3 ഈക്വൽ ടു 3 ഗിവൺ x2 ഈക്വൽ ടു 1. അടുത്ത ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യണം. x2 ഈക്വൽ ടു 2 ഗിവൺ x1 ഈക്വൽ ടു 1. അടുത്ത x1 ഈക്വൽ ടു 1 ഗിവൺ x0 ഈക്വൽ ടു 3. ഇനി ഇനിഷ്യൽ സ്റ്റേറ്റ് വേണം. ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ത് വരുന്നത്? പി ഓഫ് x0 ഈക്വൽ ടു 3. ഓക്കെ, അപ്പം ഇനി ഇത് ആരാണെന്ന് നോക്കണം. പി ഓഫ് x3 ഈക്വൽ ടു 3 ഗിവൺ x2 ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. എന്താ? പി ഓഫ് xn പ്ലസ് 1 ഈക്വൽ ടു ജെ ഗിവൺ xn ഈക്വൽ ടു n എന്ന് പറഞ്ഞാൽ ആരെ ഡിനോട്ട് ചെയ്യും? ഇത് ആരുടെ പ്രോബബിലിറ്റിയാണ്? P23 ഇൻറ്റു P12 ഇൻറ്റു P31. ഏത് സ്റ്റെപ്പിൽ നിന്ന്? ഏത് സ്റ്റേറ്റിൽ നിന്ന്? ജേത്ത് സ്റ്റേറ്റ് 2th സ്റ്റേറ്റിൽ നിന്ന് 3th സ്റ്റേറ്റിലുള്ള പ്രോബബിലിറ്റി ഇൻറ്റു ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് സെക്കൻഡ് സ്റ്റേറ്റിലുള്ള പ്രോബബിലിറ്റി ഇൻറ്റു തേർഡ് സ്റ്റേറ്റിൽ നിന്ന് ഫസ്റ്റ് സ്റ്റേറ്റിലോട്ടുള്ള പ്രോബബിലിറ്റി. എന്താ പി എടുത്തത്? ഇതെല്ലാം ഓൺ സ്റ്റെപ്പ്, അതായത് സെക്കൻഡ് ഓൺ സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബബിലിറ്റീസാണ് വരുന്നത്. അതെന്തുകൊണ്ടാണ് ഓൺ സ്റ്റെപ്പ് വന്നത്? ഇവിടെ എന്താ? x2 x3 x1 x2, അല്ലാതെ x2 x1ൽ നിന്ന് 2 സ്റ്റെപ്പ് കഴിഞ്ഞാൽ എടുത്തത്. ഇവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുള്ളൂ. x2 നിന്ന് x3, x1ൽ നിന്ന് x2. അപ്പം P23 P12 P31 ഇൻറ്റു പി ഓഫ് x0 ഈക്വൽ ടു 3. അപ്പോൾ നമ്മുടെ പി ഇതായിരുന്നു. പിയിൽ 1 2 3 1 2 3 ഇത് 1 1ൻ്റെ വാല്യൂ, 1 2ൻ്റെ വാല്യൂ, 1 3യുടെ വാല്യൂ. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് 2 3. അപ്പം 2.3 ഇൻറ്റു P12 1 2 എന്ന് പറയുന്നത് എന്ത് വരും? 0.3. അടുത്ത 3 1 എന്ന് പറഞ്ഞാൽ വരും 0.4 ഇൻറ്റു പി ഓഫ് x0 ഈക്വൽ ടു 3. അപ്പോൾ അത് നമ്മുടെ ക്വസ്റ്റിനകത്ത് ഫസ്റ്റിലെ തന്നെ നമ്മൾ പി ഓഫ് x0 ഈക്വൽ ടു 3 എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എത്രയായിരുന്നു? 0.2. അത് ഇതിൽ നോക്കിയാൽ എഴുതുന്നത്. ഇത് മാത്രമാണ് ഇതിൽ നോക്കി എഴുതുന്നത്, മൾട്ടിപ്ലൈ ചെയ്ത്. ഓക്കെ, മനസ്സിലായി. അപ്പം ഇതെന്ന് പറയുന്നത് ഓരോ രണ്ടെണ്ണം വെച്ച് കമ്പൈൻ ചെയ്ത് ഗിവൺ കൊടുക്കുക, എന്നിട്ട് ഇനിഷ്യൽ പ്രോബബിലിറ്റിയും കൊടുക്കുക, എന്നിട്ട് ഇത് നോക്കി എഴുതണം. 2 3 1 2 3 1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് ഓഫ് എ മാർക്കോവ് ചെയിൻ xn given n equal to 1 2 3 with 3 states 1 2 3, that is p തന്നിട്ടുണ്ട്. വിത്ത് ഇനിഷ്യൽ പ്രോബബിലിറ്റി p ഓഫ് 0 തന്നിട്ടുണ്ട്. ഫൈൻഡ് p ഓഫ് x3 ഈക്വൽ ടു 1, x2 ഈക്വൽ ടു 2, x1 ഈക്വൽ ടു 1, x0 ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെ? രണ്ടെണ്ണം വെച്ചിട്ട് ഗിവൺ എഴുതിയിട്ട് ഇൻറ്റു പി ഓഫ് x0 ഈക്വൽ ടു 2. ഓക്കെ, അപ്പം x3 ഈക്വൽ, അപ്പോൾ എന്ത് വരും ഇവിടെ? 2 1 P21 P12 P21 ഇൻറ്റു പി ഓഫ് x0 ഈക്വൽ ടു 2. P21 ഇതിൽ നോക്കൂ 2 1. അടുത്തത് 1 2 1/4 2 1 1/4 പി ഓഫ് x0 ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ആരുടെ ഏത് സ്റ്റേറ്റ്? ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്, ഇത് 1, ഇത് 2, ഇത് 3. അപ്പോൾ എന്ത് വരും? x0 ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്താ? x0 ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ 1/2. x0 ഈക്വൽ ടു 2
1/2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A welding process is considered to be two-state Markov chain where the state 0 denotes that the process is running and state 1 denotes that the process is not running. അപ്പം ഒരു വെൽഡിങ് പ്രോസസ്സ് ഉണ്ട്, അതിൽ എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? 2 സ്റ്റേറ്റ്സ്. അത് 2 സ്റ്റേറ്റ് മാർക്കോ ചെയിൻ ആണ്. അപ്പം സ്റ്റേറ്റ് 1ഉം സ്റ്റേറ്റ് 2 എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് റണ്ണിങ് സ്റ്റേറ്റും അടുത്തതെന്ന് പറയുന്നത് നോട്ട് റണ്ണിങ്ങും. റണ്ണിങ്ങിനെ ഡിനോട്ട് ചെയ്യുന്നത് 0യും നോട്ട് റണ്ണിങ്ങിനെ ഡിനോട്ട് ചെയ്യുന്നത് 1ഉം. സപ്പോസ് ദ ട്രാൻസിഷൻ പ്രോബിലിറ്റി മെട്രിക്സ് ഫോർ ദ മാർക്കോ ചെയിൻ is P equal to 0.8, 0.2, 0.3, 0.7. Find the probability that the welding process will run on third day from today given that the welding process is running today. Second, find the probability that the welding process will run on third day from the today if the initial probability of the state 0 and 1 are equally likely. Okay, ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഡേറ്റയൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ 2 സ്റ്റേറ്റ്സുകളുണ്ട്, 0യും 1ഉം. 0 എന്ന് പറയുന്നത് എന്തിനെ ഡിനോട്ട് ചെയ്യും? 0 എന്ന് പറയുന്നത് പ്രോസസ്സ് റൺ ചെയ്യുന്നതിനുള്ളതും, 1 എന്ന് പറയുന്നത് സ്റ്റേറ്റ് എന്തിനെയും? നോട്ട് റണ്ണിങ്ങും. ഓക്കെ, 0 and 1 are 2 states denote the process is running and 1 denote the process is not running. ഇനി എന്ത് തന്നിട്ടുണ്ട്? അതിൻ്റെ ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സും തന്നിട്ടുണ്ട്. അതായത് 0യിൽ നിന്ന് 0th സ്റ്റേറ്റിലേക്ക് പോകാനുള്ള പ്രോബിലിറ്റി 0.8, 0യിൽ നിന്ന് 1 വരാനുള്ള പ്രോബിലിറ്റി 0.8, 1ൽ നിന്ന് 0 വരാനുള്ള പ്രോബിലിറ്റി 0.3, 1ൽ നിന്ന് 1 വരാനുള്ള പ്രോബിലിറ്റി 0.7. ഇനി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ വെൽഡിംഗ് പ്രോസസ് വിൽ റൺ ഓൺ തേർഡ് ഡേ ഫ്രം ടുഡേ ഗിവൺ ദാറ്റ് ദ വെൽഡിംഗ് പ്രോസസ് ഈസ് റണ്ണിങ് ടുഡേ. ഇന്ന് എന്താ വെൽഡിംഗ് പ്രോസസ്സ് റൺ ചെയ്തിട്ട് തേർഡ് ഡേയിൽ വെൽഡിംഗ് പ്രോസസ്സ് എന്ത് ചെയ്യാനുള്ള, റൺ ചെയ്യാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേയിൽ വെൽഡിംഗ് പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട്? റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇനിഷ്യൽ പ്രോബബിലിറ്റി എഴുതണം. ഇനിഷ്യൽ പ്രോബബിലിറ്റി എന്താ? ഇനിഷ്യൽ പ്രോബബിലിറ്റിയാണ് P(0). ഇനിഷ്യൽ പ്രോബിലിറ്റി എന്ത് വരും? P(0) എന്ന് പറയുന്നത് ഇന്നത്തെ ഡേയിൽ എന്ത് ചെയ്യുന്നു? പ്രോസസ്സ് റൺ ചെയ്യുന്നുണ്ട്. റൺ ചെയ്യുവാണെങ്കിൽ എന്താ? റൺ ചെയ്യുന്നത് ആരെ ഡിനോട്ട് ചെയ്യുന്നത്? 0. ഇന്ന് റൺ ചെയ്യുന്നുണ്ടേ, ഇന്ന് റൺ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റി എത്ര ആയിരിക്കും? 1 ആയിരിക്കും. പിന്നെ നോട്ട് റണ്ണിങ് അതിൻ്റെ പ്രോബിലിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലായോ? ഇവിടെ പ്രോസസ്സ് P(0) ഈക്വൽ ടു 1, 0 എന്ന് പറഞ്ഞാൽ എന്താ വന്നത്? P(0) ഈക്വൽ ടു 1, 0 വന്നത് എങ്ങനെയെന്ന് മനസ്സിലായില്ലയോ? ഇന്നത്തെ ഡേയിൽ പ്രോസസ്സ് എന്ത് ചെയ്യുന്നു? റൺ ചെയ്യുന്നു. പ്രോസസ്സ് റൺ ചെയ്യുവാണെങ്കിൽ സ്റ്റേറ്റ് 0, അപ്പോൾ സ്റ്റേറ്റ് 0യുടെ പ്രോബബിലിറ്റി 1. എന്ത് ചെയ്യുന്നില്ല? 1 എന്ന് പറയുന്നത് എന്താ? പിന്നെ പ്രോസസ്സ് റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റേ പ്രോബബിലിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. സ്റ്റേറ്റ് 1ൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. നമുക്ക് വേണ്ടത് തേർഡ് ഡേയിൽ എന്ത് ചെയ്യാനുള്ളത്? റൺ ചെയ്യാനുള്ള പ്രോബബിലിറ്റി. അപ്പം നമുക്ക് 3 സ്റ്റെപ്പ് ട്രാൻസിഷനാണ് വേണ്ടത്. അപ്പോൾ P(3) ഈക്വൽ ടു P(0) ഇൻറ്റു P3. അപ്പോൾ P എഴുതിയിട്ടുണ്ട്. P-ന്ന് P² ഫൈൻഡ് ചെയ്യുക, P3 ഫൈൻഡ് ചെയ്യുക, എന്നിട്ട് P(0)യും P3 കൂടെ മൾട്ടിപ്ലൈ. അപ്പോൾ നമുക്കിത് കിട്ടും. അതിൽ നിന്ന് തേർഡ് സ്റ്റേറ്റിൽ എന്ത് ചെയ്യാനുള്ളത്? റൺ ചെയ്യാനുള്ള പ്രോബബിലിറ്റി. റൺ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ത് വരും? 0.65. Thus the welding process will run on third day equal to P(x0) equal to 3 equal to 0.65. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Find the probability that the welding process will run on the third day from today if the initial probabilities of the states are 0 and 1 are equally likely. അതായത് ഇന്നത്തെ ഡേയിൽ സ്റ്റേറ്റ് 0യും 1ഉം വരാനുള്ള പ്രോബബിലിറ്റി ഈക്വലി ലൈക്ലിയാണ്. അപ്പം ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇനിഷ്യൽ സ്റ്റേറ്റിൽ 0th സ്റ്റേറ്റ് വരാനുള്ള പ്രോബബിലിറ്റി 1/2, 1th സ്റ്റേറ്റ് വരാനുള്ള പ്രോബബിലിറ്റി 1/2. അപ്പോൾ P(0) ഈക്വൽ ടു 1/2, 1/2. അതായത് ഇനിഷ്യൽ പ്രോബബിലിറ്റീസ് ഈക്വലി ലൈക്ലി ആയതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ എഴുതിയത്? P(0) ഈക്വൽ ടു 1/2, 1/2. ഇനി നമുക്ക് തേർഡ് ഡേയിൽ റൺ ചെയ്യാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ P(3) ഈക്വൽ ടു P(0) ഇൻറ്റു P3. P3 ഉണ്ട്, P(0) P3 മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ തേർഡ് ഡേയിൽ എന്താ പ്രോസസ്സ് റൺ ചെയ്യാനുള്ള പ്രോബിലിറ്റി. റൺ ചെയ്യുമെന്ന് പറയുന്ന സ്റ്റേറ്റ് ഏതാ? 0. അപ്പം P(x3) ഈക്വൽ ടു 0 ഈക്വൽ ടു 0.5875. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, താങ്ക്സ്.